മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കൾ എല്ലാവരും പെണ്ണെട്ടിയിട്ടുണ്ട്. ഒരഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പരിഗണിച്ചാൽ 2,24,000 അമ്പിയാക്കൾ വന്നതിൽ എല്ലാവരും പെണ്ണെട്ടിയിട്ടുണ്ട്. ഒരാളെ കാര്യത്തിൽ മാത്രം അഭിപ്രായ വ്യത്യാസമുണ്ട്. സയ്യിദുന ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹി ഇസ്ലാം വിവാഹത്തിൻ്റെ മുമ്പ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് സ്വഹീഹായ അഭിപ്രായം. എന്നാൽ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് പെണ്ണിട്ടു, കല്യാണം കഴിക്കും, അതിൽ കുട്ടിയുണ്ടാകും. ഈസാ നബി അലൈഹി ഇസ്ലാം ഇസ്ലാമികമായ ഭരണം നടത്തും. സയ്യിദുന ഈസാ അലൈഹി ഇസ്ലാം വഫാത്താകും. വഫാത്തായതിനു ശേഷം മദീന ഷരീഫിലെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ അടുത്തായി സയ്യിദുന ഈസാ അലൈഹിസ്സലാമിനെ മറവ് ചെയ്യും. അതോടുകൂടി 1,24,000 അമ്പിയാക്കളും കല്യാണം കഴിച്ചവരായി. ലോകത്ത് എന്നല്ല മനുഷ്യന്മാർക്കിടയിലെ ആദ്യത്തെ കല്യാണം ആദം നബിന്റെ കല്യാണാണ് അലൈഹിസ്സലാം. ആദ്യത്തെ പുതിയാപ്പള അബുൽ ബഷർ ആദം അലൈഹി. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാകുന്നു. ആദ്യത്തെ കല്യാണം സ്വർഗത്തിലാണ്, അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണം മുത്ത് നബിയുടെ തൃക്കല്യാണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുള്ളവരെ കല്യാണത്തിൽ കൂടാൻ പൂതി ഉണ്ടാവും. അങ്ങനെയാണ്. കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ട് കോളേജിൽ നിന്ന് പിരിയുമ്പോൾ പറയും കല്യാണം ഉണ്ടാവുമ്പോൾ നേരത്തെ പറയുന്നുണ്ട് കേട്ടോ, എന്നിട്ട് തലേന്ന് രാത്രി പോകും. അങ്ങനെയാണ്. ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണത്തിന് കൂടാൻ പൂതി ഉണ്ടാവും. മുത്തുനബിനോട് ഇഷ്ടമുള്ളവർക്ക് മുത്തുനബിയുടെ കല്യാണത്തിന് കൂടാൻ പൂതി ഉണ്ടാവും. ആ പൂതി തീർക്കാനുള്ളതാണ് സ്വർഗത്തിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണം. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ മുസ്തഫ നബി തങ്ങൾ കല്യാണം കഴിക്കും സ്വർഗത്തുനിന്ന്. വലിയ ആഘോഷീകരം. 4 ദിവസം മുമ്പ് തന്നെ ആഘോഷം തുടങ്ങും, കല്യാണത്തിൻ്റെ ആഘോഷം. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ എങ്കളെ ചേർക്കല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ കല്യാണങ്ങളുണ്ട്. ഖുർആൻ പരാമർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കല്യാണമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കല്യാണമാകുന്നു അത്. സൂറത്ത് യൂസുഫ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ. നബിയെ, നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. അഹ്സനുൽ ഖസസ്, ചൊറുക്കുള്ള കഥ. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചൊറുക്കുള്ളത്, ഹസൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൊറുക്കുള്ളത്, അഹ്സൻ നല്ലോണം ചൊറുക്കുള്ളത്. നഹ്നു നഖുസ്സു അലൈക, നബിയെ നിങ്ങൾക്ക് ഞാൻ ഒരു ഖിസ്സ പറഞ്ഞു തരാം. അഹ്സനൽ ഖസസി, ഏറ്റവും മനോഹരമായ ചൊറുക്കുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞു. ദീർഘമായ ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കല്യാണത്തിൻ്റെ ചരിത്രം. സത്യത്തിൽ നമ്മളെ കല്യാണത്തിനും അങ്ങനെ ഒരു ചരിത്രമുണ്ട്, പക്ഷെ നമ്മൾ അറിയാതെ പോവുകയാണ്. 24 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിട്ട് ചെറുക്കനെ കൊണ്ടൊരു പെണ്ണെട്ടിക്കണമെന്ന് വാപ്പിയമ്മയും കൂടിയും തീരുമാനിച്ചതിൻ്റെ ശേഷം പെണ്ണന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് പെണ്ണെട്ടണ കഥ തുടങ്ങുന്നതെന്നാണ് നമ്മളെ വിചാരം. അങ്ങനല്ല. ഖുർആൻ പറഞ്ഞത് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ പടച്ചു എന്നാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ പടച്ചു എന്നുള്ളത് ആദം നബി അലൈഹി ഇസ്ലാമിന് മാത്രം ബാധകല്ല, എല്ലാവർക്കും ബാധകാണ്.
എല്ലാവർക്കും ബാധകാണ്. അപ്പം എത്ര പിന്നെ കാലാവധി ഉണ്ടാകുക? ആദം നബിൻ്റെയും ഹവ്വാ ബീവിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് രണ്ട് ചരിത്രവും തുടങ്ങാനുള്ള വ്യത്യാസം. കുറച്ച് കാലം ഒന്ന് കൂട്ടുക, എത്രയാന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ട് ചരിത്രം കൂടിയും തുടങ്ങണതിൻ്റെ ഇടയിൽ കുറച്ച് കാലം കൂട്ടുക. പക്ഷേ പലപ്പോഴും വിവാഹത്തിൻ്റെ ചരിത്രം നമ്മൾ അറിയണില്ല. സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാര് കിണറ്റിൽ കൊണ്ടുപോയിട്ട കാരണവന്മാർക്കറിയില്ല. ഞങ്ങൾ പുതിയാപ്പിളക്കുട്ടിനെയാണ് ഈ കൊണ്ടുപോയിടുന്നത് എന്ന്. മുപ്പര് പുതിയാപ്പിള പോവാണ് മിസ്റിലെ പെണ്ണെട്ടാൻ പോവാണ് സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം. എന്നാൽ ചാടണ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല ഞാൻ പുതിയാപ്പിള പോവുകയാണ് എന്ന്. വള്ളിമ്മക്കൂടെ കയറ്റിയ കച്ചവടക്കാർക്കറിയില്ല നാട്ടിലെ പുതിയാപ്പിളിനെയാണ് കൊണ്ടുപോണത്. മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാൻ വെച്ചവർക്കറിയില്ല ഞങ്ങൾ പുതിയാപ്പിളക്കുട്ടിനെയാണ് കച്ചവടത്തിന് വെച്ചത് എന്ന്. വാങ്ങിക്കൊണ്ടോണ അസീസ് രാജാവിനറിയില്ല പുതിയാപ്പിളക്കുട്ടിനെയാണ് വാങ്ങിക്കൊണ്ടോണത്. അങ്ങനെയാണ്, അതാണ് ചരിത്രം. വിവാഹത്തിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തുടങ്ങണമല്ല. അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെണ്ണ് കെട്ടിയവരുണ്ടാവും, കെട്ടാത്തവരുണ്ടാവും. എല്ലാവർക്കുമുള്ള ഇണകൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ എല്ലാവരും ഇണകളായിട്ടാണ് ഉണ്ടാവുക എന്ന് സൂറത്തു യാസീൻ സൂറത്തിലുണ്ട്. സൂറത്ത് യാസീൻ ഏതാണ്? ഖൽബുൽ ഖുർആനാണ്. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി. സൂറത്തു യാസീൻ ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് പറഞ്ഞത് എല്ലാവരും സ്വർഗത്തിൽ പുതിയാപ്പിളിയും പുതിയണ്ണും ആയിട്ടേക്കാരം. എവിടെ പറഞ്ഞു? ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവരും വ അസ്വാജും അവരുടെ ഇണകളും ഭാര്യയും ഭർത്താവും ഫീ ളിലാലിൻ മരത്തിൻ്റെ താഴ്ഭാഗത്ത് അലൽ അറായിക്കി അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും അവർക്കുണ്ടായിരിക്കും ഫീഹ അതിൽ ഫാക്കിഹത്തുൻ പഴങ്ങൾ വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കും. ഹും അവരും വ അസ്വാജും അവരുടെ ഇണകളും. ഏത് ഇണ? ദുന്യാവത്തെ അതേ ഇണ, ദുന്യാവത്തെ അതേ ഇണ തന്നെയാണ്. ഇവിടുത്തെ അതേ ഭർത്താവാണ്, ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുണ്ടാകുക. പക്ഷെ ബേജാറാകാനൊന്നുമില്ല, പല്ല് ചെരിഞ്ഞതൊക്കെ നേരാക്കി തരും, ഒറ്റ തട്ട് അത് നേരാവും. സ്വർഗത്തിലാരും കറുത്തവരില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും എന്നും ഒരേ പ്രായമായിരിക്കും. ഇന്നലെ ഇന്നും നാളെയൊക്കെ ഒരേ വയസ്സാണ്. അടുത്ത കൊല്ലം അതേ വയസ്സ് തന്നെ, പിറ്റത്തെ കൊല്ലം അതേ വയസ്സാണ്. ഏറൂല, കുറയില്ല. ചൊറുക്ക് കൂടും, ഒരിക്കലും ചൊറുക്ക് കുറയില്ല. സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ്, ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ്. 19 വയസ്സായ 18 വയസ്സായ 20 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ 30 വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 40 അത്ര തന്നെ ഉണ്ടാവില്ല, 50 അത്ര തന്നെ ഉണ്ടാവില്ല, 60 അത്ര തന്നെ ഉണ്ടാവില്ല, 70 തീരെ ഉണ്ടാവില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല, കൊല്ലം കൂടുന്നിടത്തോളം ചൊറുക്കാണ് കൂടും. അങ്ങനെയാണ്, കൂടുന്ന ഭംഗിയാണ് സ്വർഗത്തിൽ, ഇവിടെ കുറയുന്ന ഭംഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ പടച്ച് അതിൽ നിന്നും നേരെ പകുതി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു എന്ന് താരീഖിലുണ്ട്. അല്ലാഹു തആല ഭംഗി പടച്ചിട്ട് നേരെ പകുതി യൂസുഫ് നബി കൊടുത്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഭംഗി മുഴുവനും മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്ന് വേറെ താരീഖിലുണ്ട്. കണക്ക് തെറ്റും.
തെറ്റല്ലോ. പകുതി യൂസുഫ് നബി കൊടുത്തു, ഇനി ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. എന്നാൽ മുഹമ്മദ് നബിക്ക് ഭംഗി മുഴുവൻ കൊടുത്തു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ കണക്ക് തെറ്റുമല്ലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പകുതി കൊടുത്തു, ബാക്കി പകുതി ഉള്ളതെന്ന് കുറച്ചൊക്കെ ഞമ്മക്കും കിട്ടി. അതുകൊണ്ടുള്ള പെണ്ണുങ്ങളെ നമ്മളൊപ്പം നിൽക്കണേ, അല്ലെങ്കിൽ ഓല് പോയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ കഴിച്ച് ബാക്കിയേ ഉണ്ടാവുള്ളൂ, മുഴുവൻ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ മുഴുവൻ കൊടുത്ത്? അതാണ് പഠിക്കേണ്ടത്. രണ്ടും ഒരേ ഭംഗിയല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് ഹസനത്ത് എന്ന ഭംഗിയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ജമാലിയത്ത് എന്ന ഭംഗിയാണ്. ഹസനത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും, ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടുന്നതാണ്. ദുനിയാവിലെ എല്ലാ സാധനങ്ങൾക്കും ഹസനത്ത് എന്ന ഭംഗിയാണുള്ളത്. ഈ മൊബൈൽ കിട്ടിയപ്പോൾ നല്ല ചൊറുക്കുണ്ടായിരുന്നു, ഇപ്പം അത്ര തന്നെ ചൊറുക്കില്ല. എന്തേ? ആസ്വദിക്കുമ്പോൾ കുറയും. ഹസനത്താണ്. ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആസ്വദിക്കുമ്പോൾ കൂടും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്ന് കണ്ട ഒരാള് നാളെ കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. ഒരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. നമ്മളെ തുടക്കത്ത് കണ്ട ആള് വയല് കഴിയണത് വരെ നോക്കിയിരുന്നാൽ പല്ല് ഒന്ന് ചെരിഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാവും. നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും. നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുമായിരുന്നു. അതിനാണ് ജമാലിയത്ത് എന്ന് പറയുന്നത്. അതാണ് സ്വർഗത്തിൽ എല്ലാവർക്കും നൽകപ്പെടുന്നത്. സ്വർഗത്തിലൊരു ചന്തണ്ട്, സൂഖുൽ ജുമുഅ എന്നാണ് അതിന് പേര്. വെള്ളിയാഴ്ച മാത്രമുള്ള ഒരു ചന്ത സ്വർഗത്തിൽ. സ്വർഗത്തിലെ സൂഖുൽ ജുമുഅയ്ക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്നും വിൽക്കാനില്ല, ഒന്നും വാങ്ങാനില്ല. അതാണ് ഒരു പ്രത്യേകത. ചന്തയാണ് സംഗതി, പക്ഷേ കച്ചവടത്തിനൊരു സാധനമില്ല, വിൽക്കാനും ഒന്നുമില്ല, വാങ്ങാനും ഒന്നുമില്ല. രണ്ടാമത് അതിനൊരു പ്രത്യേകതയുണ്ട്, സ്ത്രീകളാരും വരാറില്ല, പെണ്ണുങ്ങളാരും വരലില്ല. അപ്പൊ റമദാനിലെ അവസാനത്തെ 10 ചന്തയ്ക്ക് പോയ മാതിരി അല്ല, പെണ്ണുങ്ങളാരും ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക? ഉണ്ടാവൽ എന്താ വെച്ചാൽ ആണുങ്ങളിങ്ങനെ പോകും സൂഖുൽ ജുമയിലേക്ക്. അങ്ങനെ പഴയ കാലത്ത് പരിചയമുള്ള സ്കൂളിൽ പോയിരുന്ന സമയത്ത് കണ്ടിരുന്ന, കോളേജിൽ പോയിരുന്ന സമയത്തൊക്കെ കണ്ടിരുന്ന ആൾക്കാരങ്ങനെ കാണും. സത്താറിനെയും ഗഫൂറിനെയും ആമിറിനെയും ഉമേറിനെയും ഗഫൂറിനെയും ഒക്കെ കാണും. കാണുമ്പോൾ അവരോട് ചോദിക്കും, അല്ലാതെ അനക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കും. സാധാരണ ഒരാൾക്ക് 40 വീടുകൾ ചേർന്ന ഒരു വീടാണ് ഉണ്ടാവുക. അതിൻ്റെ നടുവിലൊരു മരം ഉണ്ടാവുക, ആ മരത്തുമ്മേണ് വസ്ത്രങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ അടിയിലാണ് ആഭരണങ്ങൾ ഉണ്ടാവുക. അനക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഗഫൂർ പറയും, എനിക്ക് 40 വീട് ചേർന്നൊരു വീടുണ്ട്, അതിൻ്റെ നടുക്ക 2 മരമുണ്ട്, തുണിങ്കുപ്പായും കായ്ച്ചനേന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് ഇപ്പം പെരേക്ക് എത്തുമ്പോഴതിന് ഓൻ്റെ പെരൻ്റെ നടുക്ക് 2 മരം ഉണ്ടാവും. ഇതിനാണ് ചന്തയ്ക്ക് പോണേ. എനിക്ക് കിട്ടാത്തത് ആർക്കേലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോണ സ്ഥലമാണ് ചന്ത. അതാണ് സൂഖുൽ ജുമുഅ. അതിനാണ് പോണേ, അതിനാണ് ആണുങ്ങൾ പോണേ. അങ്ങനെ ജുമയ്ക്ക് പോയി, ചന്തക്ക് പോയി. ജുമുഅ പിരിയാൻ നേരത്ത്, ചന്ത പിരിയാൻ നേരത്ത് ഒരു പൊടിക്കാറ്റുണ്ടാവും. അതിനൊരു പൊടിക്കാറ്റ്, കണ്ണുകൂടി മൂക്കുകൂടിയൊക്കെ കയറിയിട്ട് ഒരു പൊടിക്കാറ്റ്. പൊടിക്കാറ്റടിച്ചാൽ ചന്ത പിരിഞ്ഞു. അങ്ങനെയാണ്, അതുവരെയാണ് ചന്ത ഉള്ളത്. വെടിക്കെട്ട്, ഒരു പൊടിക്കാറ്റ്. ചന്ത പിരിഞ്ഞ് പൊടിക്ക് മേത്ത് കൂടെ ഒക്കെ പറ്റിങ്ങാണ്ട് അങ്ങനെ വരും പെരേക്ക്. അല്പം 40 വീട് ചേർന്ന ഒറ്റ വീട്ടിൽ സഹധർമ്മിണി ഉണ്ടാവും. ആര്? ഇവിടുത്തെ അതേ കുഞ്ഞാമീന തന്നെ, ആള് തന്നെയാണ് അവിടെ ഉണ്ടാവും. വാതിലുമ മുട്ടും. അതിൽ 34 ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും, മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അല്ല മനുഷ്യ, നിങ്ങൾ തന്നെ അല്ലേ ഇപ്പം ഈ വന്നത്, പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. ചൊറുക്ക് മാറിയിട്ട് ആള് വന്നത്. ആഴ്ചക്കാഴ്ചക്ക് മാറ്റിത്തരുന്ന ചൊറുക്ക്, അതാ സ്വർഗത്തിൽ. അപ്പോഴാണ് മൂപ്പരും ഔത്തേക്ക് നോക്കുന്നത്. മറിയമോ
ഇജന്നല്ല അത് ഞാൻ പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് മൂപ്പര് ചന്തക്ക് പോയി വന്നപ്പോത്തിന് മൂപ്പത്തിയുടെ ചൊറുക്കും മാറിയിട്ടുണ്ട് എന്നതാണ് സ്വർഗത്തിലെ പ്രത്യേകത. അല്ലെങ്കിലോ മാറ്റിത്തരുന്ന ഭംഗിയാണ്. അതോടൊപ്പം ആഴ്ചക്ക് മൊത്തത്തിൽ മാറ്റുക. ഇങ്ങനെ ആരാള്? ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും.